ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പൂപ്പാറ്റിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് കഴിഞ്ഞ കൊല്ലം 2024 പൂമ്പാറ്റ ചെയ്ത പ്രോഗ്രാംസിൻ്റെ ഒരു റിവ്യൂ ആണ്, ഒരു റീക്യാപ്പ്. നമ്മൾ കഴിഞ്ഞ വർഷത്തേക്കൊന്ന് തിരിച്ചു പോയാലോ? അപ്പോൾ നമ്മൾ 2024 ജാനുവരിയിൽ തളിക്കുളം BRCയുടെ പിള്ളേരുടെ ചെണ്ടമേളത്തിൻ്റെ ഒരു അരങ്ങേറ്റം വെച്ചിട്ടായിരുന്നു. നമ്മൾ തൃപ്രയാറിൽ വെച്ചൊരു ഗ്രാൻഡ് ഫംഗ്ഷനായിട്ടായിരുന്നു നടത്തിയത്. വേറെ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. തളിക്കുളം BRCയിലെ ടീച്ചേഴ്സൊക്കെ കൂടെ കുട്ടികളെല്ലാം കൂടെ ഗംഭീരമായിട്ട് നടത്തി. നമ്മുടെ ലിനോയ് സർ, സിനി ആർട്ടിസ്റ്റ് ലിനോയ് സർ ആയിരുന്നു ഇനോഗ്രേഷൻ. നമ്മുടെ പെപ്പിൻ മാഷിന് നല്ല ആദരവൊക്കെ നടത്തി ഒരു ഗംഭീര ഫംഗ്ഷനായിട്ടായിരുന്നു നമ്മുടെ തൃപ്രയാർ നമ്മുടെ തളിക്കുളം BRCയിലെ കുട്ടികളുടെ അരങ്ങേറിയത്. പിന്നെ അത് ജാനുവരി തുടക്കമായിരുന്നു. ജാനുവരി ഒടുക്കം നമ്മുടെ വിഭിന്നം ഒരു അവാർഡ് നൈറ്റാണ്. ഇതായിരുന്നു നമ്മുടെ പൂമ്പാറ്റ ഫസ്റ്റ് സ്വന്തമായി ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം. നമ്മുടെ എക്സ്പ്രഷൻ മീഡിയ ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് അവർ ഇവന്റ് നടത്തി ഒരു ഗംഭീര പ്രോഗ്രാം ആയിരുന്നു. നമ്മുടെ എല്ലാവർക്കും സ്വന്തം ഇഷ്ടപ്പെട്ട ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ലക്ഷ്മി നക്ഷത്രയായിരുന്നു അതിൻ്റെ മെയിൻ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ മുൻ MP പ്രതാപൻ സാറും ഉണ്ടായിരുന്നു. ഇവരൊക്കെ കൂടെ വന്ന ഒരു ഗംഭീര ഫംഗ്ഷനാക്കി. നമ്മൾ 101 ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആൾക്കാർക്ക്, കുട്ടികൾക്ക് കലാപരമായിട്ടും അല്ലാണ്ട് സ്പോർട്സിലൊക്കെ മികവ് കാണിച്ചിട്ടുള്ള കുട്ടികൾക്ക് അവാർഡ് കൊടുത്തുകൊണ്ടായിരുന്നു ഈ ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്തത്. അങ്ങനെ ഒരു അടിപൊളി ഫംഗ്ഷനായിരുന്നു നമ്മുടെ വിഭിന്നം. പിന്നെ നമ്മൾ ഫെബ്രുവരിയിലോട്ട് പോവുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മഴമിഴി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനായിട്ടായിരുന്നു നമ്മൾ ഫെബ്രുവരിയിൽ തുടങ്ങിയത്. അത് നമ്മുടെ ബിന്ദു മാഡത്തിൻ്റെ കൂടെ ചെണ്ടയെല്ലാം കൊട്ടി ഒരു സൂപ്പർ ഫംഗ്ഷൻ തന്നെയായിരുന്നു മഴമിഴി. അതും ഇത് പറഞ്ഞ പോലെ ഡിഫറെൻ്റ് ഏബിൾഡ് നമ്മളെ സ്പെഷ്യൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കലോത്സവമായിരുന്നു മഴമിഴിയിൽ കൂടെ നടന്നത്. 2024 മാർച്ചിൽ പൂമ്പാറ്റ 2 പ്രോഗ്രാമാണ് ചെയ്തത്. ഒന്ന് മാർച്ച് 21 ദിവ്യജന്മം എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇൻഡോർ സ്റ്റേഡിയത്തിൽ സുരേഷ് ഗോപിയാണ് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ മാർച്ച് 31 ഈസ്റ്ററിന് കാൽഡിയൻ ചർച്ചിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കാൽഡിയൻ്റെ മെത്രാനാണ് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ 2 പരിപാടിയാണ് മാർച്ച് മാസത്തിൽ ടീം പൂമ്പാറ്റ ചെയ്തത്. 2024 ഏപ്രിൽ മാസം 2 പ്രോഗ്രാമാണ് പൂമ്പാറ്റ ചെയ്തത്. ഒന്ന് പൂമ്പാറ്റ കലാപൂരം എന്ന് കേൾക്കുമ്പോഴേ അറിയാം നിങ്ങൾക്ക് പൂമ്പാറ്റയുടെ കലാപൂരത്തിനോടനുബന്ധിച്ചുള്ള പരിപാടിയാണ്. നമ്മൾ തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ച് തൃശ്ശൂർ എക്സിബിഷൻ നടക്കുമല്ലോ, ആ സ്റ്റേജിൽ വെച്ചിട്ട് നമ്മളൊരു ഗ്രാൻഡ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്മുടെ കുട്ടികൾക്ക് ചെണ്ടമേളം മാത്രമല്ല എല്ലാ തരം കലാപരിപാടികളും, പാട്ടും ഡാൻസും മിമിക്രി, മോണോ ആക്ട്, ഫാഷൻ ഷോ എന്ന് വേണ്ട അമ്മമാർക്ക് വരെ ഡാൻസ് കളിക്കേണ്ട ഒരു അവസരം നമ്മൾ പൂമ്പാറ്റ ഒരുക്കി കൊടുത്തായിരുന്നു. അതായിരുന്നു നമ്മുടെ ഏപ്രിൽ മാസത്തെ മെയിൻ പ്രോഗ്രാം. പിന്നെ രണ്ടാമത്തെ പ്രോഗ്രാം എന്ന് വെച്ചാൽ ഫാഷൻ റേസ് എന്നൊരു ഫാഷൻ ഷോയിൽ റോമ മൻസൂറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഫാഷൻ ഷോയിൽ ഐക്കോണിക് ഗ്രാൻഡ് പാൻ ഗ്രാൻഡ്മ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൻ്റെ ലോഞ്ച് സെറമണി ആയിരുന്നു. അതിൽ നമ്മുടെ പൂമ്പാറ്റയുടെ ചെണ്ടമേളം ഉണ്ടായിരുന്നു. 2024 മെയ് മാസത്തിൽ ഒരു പ്രോഗ്രാമാണ് നടന്നത്. അത് പരിവാറിൻ്റെ പ്രോഗ്രാമായിരുന്നു. സെൻറ്റ് മേരീസ് കോളേജിലായിരുന്നു പരിവാറിൻ്റെ ഒരു പ്രോഗ്രാം, ചെണ്ടമേളം, അതുപോലെ തന്നെ കുട്ടികളുടെ ഡാൻസ്, അമ്മമാരുടെ തിരുവാതിരക്കളി, വട്ടക്കളി, അങ്ങനെയുള്ള പ്രോഗ്രാമാണ് നടന്നത്. ജൂൺ മാസത്തിൽ 3 പ്രോഗ്രാമാണ് നടന്നത്. ഒന്ന് ലയൺസ് ക്ലബിൻ്റെ ഗിന്നസ് പക്രു വരുന്ന കേപ്പബിൾ ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുടയിലെ ഒരു ഞാറ്റുവേല എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. അത് വളരെ നല്ല പ്രോഗ്രാമായിരുന്നു. അതുപോലെ തന്നെ ഒരു പ്രോഗ്രാം കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ സിനിമാ നടൻ ബാബുരാജേട്ടൻ്റെ റിലീസ് ചിത്രം കാണാൻ നമ്മുടെ പൂമ്പാറ്റ കുട്ടികളെ ക്ഷണിച്ചിരുന്നു. നല്ല അടിപൊളിയായിരുന്നു ആ മാസങ്ങളിലെ പ്രോഗ്രാം. ഓഗസ്റ്റ് മാസം പൂമ്പാറ്റ ഒരു വ്യത്യസ്തമായ പരിപാടിയായിരുന്നു അവതരിപ്പിച്ച്. നമ്മുടെ രാമായണ ഫെസ്റ്റിൽ ഒരു രാമായണ സ്പെഷ്യൽ ഫാഷൻ ഷോ ആയിരുന്നു അവതരിപ്പിച്ച്. നമ്മുടെ കുട്ടികൾ ഡിഫറെൻറ്റ് രാമായണ കഥാപാത്രങ്ങളായി മാറുകയായിരുന്നു. ഭയങ്കര കയ്യടിയും ഭയങ്കര ന്യൂസ് പബ്ലിസിറ്റി ഒക്കെ കിട്ടിയ ഒരു പ്രോഗ്രാമായിരുന്നു രാമായണ ഫെസ്റ്റ്. നമ്മൾ സാക്ഷാൽ വാനമ്പാടി എന്ന് പറയുന്ന ചിത്രചേച്ചിയായിരുന്നു അന്ന് ഇനോഗ്രേഷന് വന്നിരുന്നത്. അപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായ ഒരു ഫെസ്റ്റിവൽ, ഒരു പ്രോഗ്രാമായിരുന്നു രാമായണ ഫെസ്റ്റ്. പിന്നെ സെപ്റ്റംബർ മാസം 2 പ്രോഗ്രാമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഒന്ന് സൊലേസിൻ്റെ ഓർഗനൈസ് ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു. അതിൽ നമ്മുടെ കുട്ടികളുടെ ചെണ്ടമേളം ഉണ്ടായിരുന്നു. പിന്നെ സെപ്റ്റംബർ ഓണം മാസം ആയതുകൊണ്ട് TCVയുടെ ഒരു ഓണക്കൂട്ട് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. നമ്മൾ പ്രോഗ്രാമിൽ ഓണം റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു അവതരിപ്പിച്ച്. ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയായിരുന്നു അത്. ഓണക്കളികളും ഓണം തിരുവാതിരയും ഓണപ്പാട്ടും ഓണക്കൂട്ടും ഓണസദ്യയും എല്ലാമായ ഒരു തകർത്ത പരിപാടിയായിരുന്നു അത്. അതായിരുന്നു നമ്മുടെ സെപ്റ്റംബർ മാസം. ഒക്ടോബർ മാസത്തിൽ നമുക്ക് 2024 നടന്ന പ്രോഗ്രാം പൂമ്പാറ്റയുടെ ആനുവൽ ഡേ ആയിരുന്നു. സാഹിത്യ അക്കാദമി ഹാളിലാണ് ആനുവൽ ഡേ ആഘോഷിച്ചത്. ഏകദേശം 100ഓളം ഭിന്നശേഷിയുള്ള കലാകാരന്മാർ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു. ഈ പ്രോഗ്രാമിൻ്റെ അതിഥികളായിട്ട് ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ശിഖ, അതുപോലെ തന്നെ സിനിമാ സംവിധായകൻ ജീവൻ സാറ്, നമ്മളുടെ വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി, ഇവരൊക്കെയാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തത്. അതുപോലെ തന്നെ നവംബറിൽ നടന്ന പ്രോഗ്രാം
സ്റ്റാർ മാജിക് ടീം ലക്ഷ്മി നക്ഷത്രയുടെ നേതൃത്വത്തിൽ സ്റ്റാർ മാജിക് ടീമിലെ അനൂപ് സാറ്, അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്ര, അതുപോലെ തന്നെ നമ്മളുടെ ബിനീഷ് ബാസ്റ്റിൻ, ഇവരുടെ കൂടെ ഒരു കപ്പൽ യാത്ര നടത്തി. കൊച്ചിയിൽ ഒരു നല്ലൊരു കപ്പൽ യാത്ര നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിന്റെ ടീം നമ്മളുടെ മേളം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മേളം ക്രൈസ്റ്റ് കോളേജില് വളരെ തവനിഷ് 2024 എന്ന് പറഞ്ഞ പ്രോഗ്രാമില് നമ്മുടെ കുട്ടികൾ ചെണ്ടമേളം നടത്തി. അതുപോലെ തന്നെ പിന്നെ നടന്ന പ്രോഗ്രാം ഡിസംബറിലാണ്. 2024 ലാസ്റ്റ് ഡിസംബറിൽ നമ്മുടെ റോമ മൻസൂറിന്റെ നേതൃത്വത്തിൽ ഒരു ഏഞ്ചൽ ഷോ നടന്നു. ഒരു ഫാഷൻ ഷോയാണ് റോമ മൻസൂറിന്റെ നേതൃത്വത്തിൽ നടന്നത്. അതിൽ നമ്മളുടെ കുട്ടികൾ 3 കുട്ടികൾക്ക് നമ്മളുടെ ആ കുട്ടികളെ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ 2024 പ്രോഗ്രാമുകളെല്ലാം ഡിസംബറിൽ അവസാനിച്ചു.